കൊച്ചിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് ഗുണ്ട കൊട്ടേഷൻ തലവന്മാരായിരുന്നു. തമ്മനം ഷാജി, തമ്മനം ഫൈസൽ, ഭായ് നസീർ, മരട് അനീഷ് ഉൾപ്പെടെയുള്ളവർ ഈ നഗരത്തെ വിറപ്പിച്ചിട്ടുണ്ട്. ചിലരിപ്പോൾ ഗുണ്ടാ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു. എന്നാൽ കൊട്ടേഷനൊപ്പം ലഹരി ഇടപാടിലേക്കും കള്ളക്കടത്തിലേക്കും വഴിമാറിയ ഗുണ്ടാ തലവന്മാരുമുണ്ട്. ഇക്കാര്യം തുറന്നു പറയുന്നത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലാണ്. നമ്മുടെ നാട്ടിലെ സാഹചര്യം ഇതൊക്കെയാണെങ്കിലും ഇവർക്കെതിരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? അതിനിടെ മമ്മൂട്ടി ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആലുവയിൽ ഗുണ്ടകൾ ഒത്തുചേർന്നിട്ടും പോലീസോ ഇന്റലിജൻസോ അറിഞ്ഞ മട്ടുപോലുമില്ല. പിന്നെ എന്താണ് ഇവിടുത്തെ പോലീസിന്റെ പണി? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരു കാലത്ത് കൊച്ചി നഗരം ഭരിച്ചിരുന്നത് ഗുണ്ടാ നേതാവ് തമ്മനം ഷാജിയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ തണലിൽ പോലീസിന്റെ ഒത്താശയിൽ ഷാജി കൊച്ചിയിലെ അധോലോക നായകനായി വളർന്നു. 1990കളുടെ അവസാനം ഷാജിയോട് ഏറ്റുമുട്ടിയാണ് തമ്മനം ഫൈസലിന്റെ വരവ്. വയസ്സ് 18. ചോരത്തിളപ്പിൽ ആരെയും വെല്ലുവിളിച്ചിരുന്ന ഫൈസൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഗുണ്ടാപ്പണിയൊക്കെ അവസാനിപ്പിച്ചുവെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് തമ്മനം ഫൈസൽ എന്ന പേര് വീണ്ടും ഉയർന്നു കേട്ടത്. എന്നാൽ ന്യൂസ് 18 പുറത്തുവിട്ട തെളിവുകൾ നിഷേധിക്കുകയാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ്. പക്ഷേ ഫൈസലിന് പലതും തുറന്നു പറയാനുണ്ട്. ഇന്നത്തെ കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച്, അവരുടെ ലഹരി ഇടപാടുകളെക്കുറിച്ച്. വിട്ടോളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് കേണ്ട. നീ ആരോടെങ്കിലും പറഞ്ഞ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് ഓപ്പറേഷൻ ആഗ് നടപ്പിലാക്കുകയും നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ പല കുപ്രസിദ്ധ ഗുണ്ടകളും നാട്ടിൽ ഇപ്പോഴും വിലസുകയാണ്. ചിലർ ഗുണ്ടാ പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ ഇവരുടെ വാദങ്ങൾ പൊളിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ഫൈസൽ തന്നെ രംഗത്തെത്തിയത്. അതിൽ ഞാനുണ്ടോ? ആ ദൃശ്യങ്ങളിലില്ല, പക്ഷേ ശബ്ദം തമ്മനം ഫൈസലിനാണെന്ന് പലരും പറയുന്നുണ്ട്, പോലീസും സംശയിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ എത്ര മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ എൻ്റെ സൗണ്ട് ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നില്ലേ എത്ര പേര്? അതായത് ആ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത് താങ്കളല്ല? അല്ല, അയാൾ പരാതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയോ? ഇല്ല. കൊട്ടേഷൻ സംഘാംഗം കില്ലർ ജോണി എന്ന ജോണി ആന്റണിയെ 2021 മർദ്ദിച്ചതാണ് അവസാനത്തെ കേസ്. തന്നെ പരസ്യമായി വെല്ലുവിളിച്ചപ്പോഴാണ് ജോണിയെ മർദ്ദിച്ചത്. ഇതിൽ ജോണി ആന്റണി എന്ന് പറയുന്ന ആൾ എന്നെ പരസ്യമായി വെല്ലുവിളിക്കുകയും എന്നെ വാളായിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുബരാജ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ് ചളിക്കോട്ടത്ത്. അവൻ്റെ വീട്ടിൽ വന്ന് വാളൊക്കെ ആയിട്ട് വന്ന് എന്നെ ചോദിക്കുകയും അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയും എൻ്റെ വണ്ടി കത്തിച്ചതിന് ഇവന് പങ്കുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇവന്മാർ കാണിച്ച കാട്ടത്തിന് ഞാനൊരു ദിവസം മരിച്ച വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവന്മാർ 5 പേര് വന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനത്തെ ഈ കാട്ടായങ്ങൾ കാണിക്കുന്നത്? എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്താണ് കാര്യം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവന്മാർ അവിടെ കിടന്ന് പ്രശ്നം വർത്താനം പറഞ്ഞ് അവിടെ കിടന്ന് ഇടിയുണ്ടായതാണ്. 1999 18ാം വയസ്സിലാണ് ആദ്യമായി ക്രിമിനൽ കേസിൽപ്പെട്ടത്. പിന്നീട് 30ഓളം കേസുകളിൽ പ്രതിയായി. മുൻപ് ഗുണ്ടാ ഗ്യാങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തോളമായി ഒരു ക്രിമിനൽ കേസിലും ഉൾപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തൊഴിലും ബിസിനസ്സും ചെയ്താണ് ജീവിക്കുന്നത്. എനിക്ക് വേസ്റ്റിൻ്റെ വണ്ടിയുണ്ട്, ടിപ്പറുണ്ട്, പിന്നെ ഫാദറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളുണ്ട്, സ്ഥലങ്ങളൊക്കെ വിൽക്കണ പരിപാടികളുണ്ട് ഫാദറിന്. അങ്ങനെ കുഴപ്പമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. കൊച്ചിയിലെ പല ഗുണ്ടാ സംഘങ്ങൾക്കും ലഹരി ഇടപാടുകളുണ്ടെന്നും തമ്മനം ഫൈസൽ വെളിപ്പെടുത്തി. MDMA, കഞ്ചാവ് എന്നിവയുടെ വിൽപ്പന ഗുണ്ടാ നേതാക്കളുടെ തണലിലാണ്. നിരവധി യുവാക്കൾ ലഹരി ഇടപാടുകൾക്കായി കൊട്ടേഷൻ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡ്രഗ് ഇവിടുത്തെ മിക്ക ഗുണ്ടകളും നടത്തുന്നുണ്ട്. ഇത് ഈ പറയുന്ന കൊട്ടേഷൻ ഗ്യാങ്ങുകളല്ല, ലീഡർമാരെ നടത്തണം. താങ്കൾ നേരത്തെ പറഞ്ഞ കക്ഷി ഉൾപ്പെടെ ഉണ്ട്.
അങ്ങനെയൊന്നും ഞാൻ പറയാം. അത് പോലീസ് അന്വേഷിക്കട്ടെ. ഇവിടെ പോലീസിന് ഫുൾ പവർ ഉണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് പിടിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഇവരിലേക്ക് എത്താൻ പറ്റുമോ? ഈ പ്രധാനികളിലേക്ക് നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും രഹസ്യങ്ങളൊന്നും നമുക്ക് അറിയാനൊരു മാർഗ്ഗമില്ല. കാരണം രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് പോകണം. എങ്ങനെ ഈ ഡ്രഗിലേക്ക് എന്ത് ഡ്രഗ് അവർ കടത്തുന്ന അറിയോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. കഞ്ചാവും എമ്മൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിവ്. എനിക്കതിനെപ്പറ്റി ഇതിങ്ങനെ നമുക്കിങ്ങനെയുള്ള സാധനങ്ങളെ ഞാൻ ഒരു കരാട്ട ക്ലാസ് ഒരു അധ്യാപകനാണ്, പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഇത് അറിയുകയും വേണ്ട. ഞാനിത് പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. ഗുണ്ടാ പ്രവർത്തനം കൊണ്ട് വ്യക്തിജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്ന് പറയുന്ന തമ്മനം ഫൈസലിന് പുതിയ തലമുറയോട് പറയാനും ഉപദേശമുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഇതും കൊണ്ട് എന്താ ഗുണമുള്ളത്? എന്താ നഷ്ടം മാത്രമല്ല. ആ എൻജോയ് ഉണ്ട്, അടിച്ചു പൊളിച്ച് അവർ ലൈഫ് എൻജോയ് ചെയ്യേണ്ടതിന് ജയിലിൽ പോയിട്ട് എന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തനിക്ക് നിരവധി ശത്രുക്കൾ ഇപ്പോഴുമുണ്ട്. കൊച്ചിയിൽ വീണ്ടും ഗ്യാങ് വാറിന് സാധ്യതയുണ്ടെന്നും ഫൈസൽ മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് കേണ്ട. നീ ആരോടെങ്കിലും പറഞ്ഞ. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിൽ ഗുണ്ടകൾ അഴിഞ്ഞാടിയാലും ഒത്തുചേർന്നാലും പോലീസിന് അറിഞ്ഞ മട്ടുപോലുമില്ല. എറണാകുളം ആലുവയിൽ മമ്മൂട്ടി ചിത്രം ടർബോയുടെ വിജയാഘോഷത്തിനിടെ ഗുണ്ടകളുടെ സംഗമം. തമ്മനം ഫൈസൽ, മനാഫ് ആലുവ, പടക്കം സുനി ഉൾപ്പെടെയുള്ള ഗുണ്ടകളാണ് ഒത്തുചേർന്നത്. 6 ക്രിമിനൽ കേസ് പ്രതിയായ മനാഫ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഭാരവാഹിയാണ്. പോലീസിന്റെ തണലിലായിരുന്നോ ഗുണ്ടകളുടെ ഈ ആഘോഷം? അന്വേഷിക്കേണ്ടതാണ്. മമ്മൂട്ടി ചിത്രം ടർബോയുടെ വിജയാഘോഷമാണ് ചടങ്ങ്. ആലുവയിലെ സിനിമാ തിയേറ്ററിൽ പ്രമുഖ ഗുണ്ടകളെല്ലാം ഉണ്ട്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായ തമ്മനം ഫൈസൽ, മനാഫ് ആലുവ, പടക്കം സുനി, ഫെബി മുളവുകാട്, മൈക്കിൾ ഉൾപ്പെടെയുള്ളവരാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പേരിൽ ഒത്തുകൂടിയത്. ഇവർക്ക് അകമ്പടിയായി അനുയായികളും. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഭാരവാഹിയാണ് 6 ക്രിമിനൽ കേസിൽ പ്രതിയായ മനാഫ്. മനാഫിന്റെ നേതൃത്വത്തിലാണ് ടർബോ സിനിമയുടെ ആഘോഷവും ഗുണ്ടാ സംഗമവും സംഘടിപ്പിച്ചത്. ഇത്രയും ഗുണ്ടകൾ ഒത്തുചേർന്നിട്ടും നമ്മുടെ പോലീസ് സേന ഇതറിഞ്ഞ മട്ടുപോലുമില്ല. ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന പോലീസ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് തണലൊരുക്കുകയാണെന്ന ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊച്ചി. വിവാഹം ഇന്നും ഒരു കച്ചവടമായി കാണുന്ന മലയാളികൾ, പെണ്ണിനെ പൊന്നിനോട് തുലനം ചെയ്യുന്നവർ. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ വീണ്ടും അവളുടെ നിലവിളി ശബ്ദം കേൾക്കാം. പല വീടുകളിലും ഒരു മുഴം കയറിൽ അവസാനിക്കുന്ന ജീവിതങ്ങൾ. തിരുവനന്തപുരം വെള്ളായണിയിൽ 20കാരിയുടെ ആത്മഹത്യയും സ്ത്രീധന പീഡനത്തിന്റെ പേരിലാണ്. വെള്ളായണി വവ്വാമൂല സ്വദേശി ശ്രീദേവി വിഷം കഴിച്ച് മരിച്ചത് സ്ത്രീധന പീഡനത്തെ തുടർന്നെന്നാണ് ബന്ധുക്കൾ പരാതിപ്പെടുന്നത്. പരാതി നൽകിയെങ്കിലും പോലീസ് ഒത്തുതീർപ്പിനാണ് ശ്രമിക്കുന്നതെന്ന ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. ഭർത്തൃപീഡനത്തിന്റെയും സ്ത്രീധന പീഡനത്തിന്റെയും പേരിൽ നിരവധി പെൺകുട്ടികൾക്കാണ് കേരളത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. അതിന്റെയൊക്കെ നൊമ്പരം പേറുന്നവരാണ് മലയാളികളും. ഉത്രയെയും വിസ്മയെയും ഒന്നും കേരളം മറന്നിട്ടില്ല. ഇപ്പോൾ മറ്റൊരു പരാതി കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഉയർന്നു വരികയാണ്. ഞങ്ങളുള്ളത് വെള്ളായണിയിലാണ്. ശ്രീദേവിയാണ് ആത്മഹത്യ ചെയ്തത്. ശ്രീദേവിയുടെ സഹോദരിയാണ്. എന്താണ് സംഭവിച്ചത്? അവളെ കെട്ടിക്കൊണ്ടുപോയ പയ്യൻ 14-ാം തീയതി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നെന്നും പറഞ്ഞ് എന്നെയും അമ്മേനും അവരുടെ വീട്ടിലേക്ക് വിളിച്ച്. അതായത് മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നു. 16 വയസ്സ്. അത് നമുക്ക് നേരെ അറിഞ്ഞുകൂടാ.
അവര് വിളിച്ചങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴും ഇതേപോലെ പ്രശ്നം നടക്കണം. അവൻ ഇതേപോലെ അവന്റെ വല്യമ്മയുടെ അപ്പച്ചീരെ 2 മക്കൾ ചേർന്ന് ഇവനെ അടിക്കുകയും അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ പ്രശ്നമായി. ആ കൊച്ചിനെ കൊണ്ട് വിട്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ വെച്ച് അവളടുത്ത് പറഞ്ഞ്, അനിയത്തിയുടെ അടുത്ത് പറഞ്ഞ്, ഇനി ബാ നമ്മള് വീട്ടിൽ പോവാ, ഇനി ഇവിടെ നിക്കണ്ട, വീട്ടിൽ പോവാ. അപ്പൊ അവള് പറഞ്ഞ്, എനിക്ക് കൊച്ചുള്ളതാണ്, ഇനി ഞാൻ അവിടെ വന്ന് നിന്നാല് നാട്ടുകാരൊക്കെ ഓരോന്നും പറയും, അപ്പൊ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇവള് വിഷം കഴിച്ചിരിക്കുകയാണ്. ഡോക്ടറിന്റെ അടുത്ത് അവന്റെ അമ്മയും അവനും പറയണം, ഡോക്ടറിന്റെ അടുത്ത് പറയണ്ട, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ അഥവാ പറയണമെങ്കിൽ പഴത്തില് എലിക്ക് വിഷം വെച്ചപ്പോ അതെടുത്ത് അറിയാതെ കഴിച്ചതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതേപോലെ ആശുപത്രിയിൽ അവ ഒരു ഓട്ടോ വിളിച്ചു വിട്ടു വന്ന് അതും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പം ഇതേപോലെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇവ അവിടെ അപ്പഴും ഇരുന്നോണ്ട് പറയണ് ഇതേപോലെ എലിക്ക് വിഷം വെച്ചത് തന്നെ അത് പറഞ്ഞാൽ മതി വേറൊന്നും പറഞ്ഞു. അപ്പൊ അമ്മയായിട്ട് ഇവന് പ്രശ്നമായി. അവിടെ ഇരുന്ന് എഴിച്ചു പോയി. നമ്മൾ ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് ഇതേപോലെ വിഷം കഴിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ച് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്ത് 108 വന്ന് അങ്ങനെ കൊണ്ടുപോയി. മരണം എവിടെ വെച്ചാണ് നടന്നത്? മെഡിസിൻ എവിടെ വെച്ചാണ്? സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ്. നിങ്ങളിപ്പോ ഈ പ്രതിയെ പിടിച്ചോ? ഹസ്ബൻഡിനെ പിടിച്ചോ പോലീസ്? പോലീസ് ഇല്ല, അവരെ കാണാനില്ല എന്നാണ് പറയണത്. ഇപ്പൊ വയ്യാതെ കിടന്ന ഈ കൊച്ചിന്റെ അടുത്തും പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ ജയിലിൽ പോകുമെന്നാണ് എല്ലാരും പറയണത്. അങ്ങനെ ജയിലിൽ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കൊച്ചിനെയും കൊല്ലും, ഈ നിന്റെ സഹോദരിയെയും സഹോദരനെയും കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഇവള് ഏറ്റവും ഇളയതായിരുന്നു. ഇവർക്ക് 3 പേരിൽ ഏറ്റവും ഇളയതാണ്. 2 പേര് ഇനിയുണ്ട്. ഇതിപ്പം മാക്സിമം പുറം ലോകം അറിയാതെ ഒതുങ്ങിപ്പോയത് തന്നെ ഈ പേടിച്ചിട്ടാണ്. ഇവന്റെ ഈ ആക്രമണം അവിടെ നടന്നിട്ടും നമ്മളാരും അറിയാത്തതോ ഒക്കെ ഇവര് പറയുന്നത് പേടിച്ചിട്ടാണ് ആ കൊച്ചു പറയാത്തത്. കാരണം ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഹോദരങ്ങളെയോ എന്റെ അമ്മയോ അച്ഛനെയോ ഇവരെന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിരുന്നാലും നീതി ഉറപ്പാക്കേണ്ടവരാണ് നിയമപാലകർ. ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരുമ്പോൾ, വീട്ടുകാർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഒത്തുതീർപ്പിന്റെ ചർച്ചയിലേക്ക് പോലീസ് എങ്ങനെയാണ് പോവുക? അതിൽ എന്ത് ശരിയാണുള്ളത്? സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ ഇന്നും കണ്ണീരുണങ്ങാത്ത ഒരു പെൺകുട്ടി. വിവാഹം കഴിഞ്ഞ് ആദ്യ ആഴ്ചയിൽ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടവൾ. വിവാഹ തട്ടിപ്പ്, സ്ത്രീധന പീഡന പരാതികളിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ 23-കാരി. ആ കേസിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവൾ രഹസ്യമൊഴി നൽകി. മജിസ്ട്രേറ്റ് മുൻപാകെ യുവതി നൽകിയ മൊഴി കേസിലേറെ നിർണായകമാണ്. പ്രതിയെ നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. വൈകിട്ടോടെയാണ് യുവതി കോടതിയിലെത്തി മൊഴി നൽകിയത്. വിവാഹ തട്ടിപ്പ്, സ്ത്രീധന പീഡന പരാതികളിൽ ഉറച്ചു നിൽക്കുന്നതായി യുവതിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീധനം കുറഞ്ഞതിൽ രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും അതൃപ്തിയുണ്ടായിരുന്നു. രാഹുലിന്റെ പശ്ചാത്തലം പോലീസ് അന്വേഷിക്കണം. കേസിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നില്ല. യുവതിയുടെ അമ്മയെ രാഹുൽ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല. കേസിൽ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവനൊരു വിവാഹം നടത്തിയവനാണല്ലോ, അത് ഡിവോഴ്സായിട്ടില്ല. അത് മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിവാഹ തട്ടിപ്പാണല്ലോ നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തൃപ്തിക്കുറവുണ്ട് അമ്മയ്ക്കും പ്രത്യേകിച്ച് പെങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മകളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാരണം ക്രൂരമായിട്ടുള്ള മർദ്ദനം, വിവാഹ തട്ടിപ്പ്, ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിച്ച് അതോടൊപ്പം തന്നെ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ജർമ്മനിയിൽ ഉണ്ട് എന്ന് പറയുന്നു. പോലീസ് അങ്ങനെയാണ് സ്ഥിരീകരിച്ചിരിക്കണം. എന്നോട് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഏതായാലും ജർമ്മനിയിൽ നിന്ന് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഇവരെ പിടികൂടും എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കേസിലെ പ്രധാന പ്രതി രാഹുൽ ജർമ്മനിയിൽ തുടരുകയാണ്. രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസിനായിട്ടില്ല. ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ രാജേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു. രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ റെഡ് കോർണർ നോട്ടീസിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിലെ തെളിവെടുപ്പിനിടെ നാടകീയ രംഗങ്ങൾ. അഖിലിന്റെ ബന്ധുക്കളും നാട്ടുകാരും
പ്രതികൾക്കെതിരെ പൊട്ടിത്തെറിച്ച മണിക്കൂറുകൾ. മകന്റെ ഘാതകരെ കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും ഉള്ളിലൊതുക്കാൻ കഴിയാതെ അച്ഛനും അമ്മയും. പോലീസേറെ പണിപ്പെട്ടാണ് കൊലപാതകം നടന്ന സ്ഥലത്തും ഗൂഢാലോചന നടന്ന സ്ഥലത്തും പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത്. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പ്രതികളെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. കരമന മരുതൂർക്കടവ് സ്വദേശി അഖിലിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ കമ്പിവടികൊണ്ട് തലക്കടിച്ചും ഭാരമുള്ള കല്ല് ശരീരത്തിലിട്ടുമാണ് കൊലപ്പെടുത്തിയത്. കേസിൽ 8 പ്രതികളാണ് ഉള്ളത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ വിനീഷ് രാജ്, അപ്പു എന്ന അഖിൽ, സുമേഷ്, കൊലപാതകത്തിനുപയോഗിച്ച കാറിന്റെ ഡ്രൈവർ അനീഷ്, ഗൂഢാലോചനയിൽ പങ്കാളികളായ അരുൺ ബാബു, അഭിലാഷ്, ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരാണ് പ്രതികൾ. അപ്പു എന്ന അഖിലിനെ തമിഴ്നാട്ടിലെ ഭൂതപ്പാണ്ടിയിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. അപ്പു ഇവിടെയായിരുന്നു കൊല നടത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞത്. കൃത്യം നടത്തിയ ദിവസം അപ്പു ധരിച്ചിരുന്ന വസ്ത്രം പോലീസ് കണ്ടെത്തി. കരമന അനന്തു ഗിരീഷ് വധക്കേസിലും കൃത്യം നടത്തിയ ശേഷം അപ്പു ഒളിവിൽ കഴിഞ്ഞത് ഇവിടെയാണ്. തുടർന്നാണ് പ്രതികളെ സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ചത്. സ്ഥിതി സംഘർഷഭരിതമാകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. അസഭ്യം പറയലും ഭീഷണിയും ഒഴിച്ചു നിർത്തിയാൽ മറ്റ് സംഭവങ്ങൾ ഉണ്ടായില്ല. എന്നാൽ പ്രതികളെ കണ്ടതോടെ അഖിലിന്റെ അമ്മയുടെ നിയന്ത്രണം വിട്ടു. അവനെയൊക്കെ തൂക്കിക്കൊള്ളണം സാർ. അവനൊക്കെ വെറുതെ വിടണ്ട. അവന്റെ പിള്ളേർക്ക് കണ്ടാൽ എങ്ങനെ ഇവർക്ക് ചെയ്യാൻ തോന്നി? 14 വയസ്സ് പോലും പറയൂല. ദൂരമുണ്ട്. ഇവനൊക്കെ ഒരിക്കലും വെറുതെ വിടരുത്. ഇവരിനി പുറലോകം കാണൂല. തൂക്കിക്കൊല്ലാൻ ഉള്ള വിധി അത് കിട്ടുകയും അതുവരെ കാത്തിരിക്കും. ഈ പുറലോകം കാണില്ലവര്. പിതാവാണല്ലോ അഖിലിന്റെ അച്ഛനാണ്. എന്റെ മോൻ ഒരു തെറ്റിന് ഒരു പെറ്റി കേസ് പോലും എന്റെ മോനില്ല. അവൻ കൊണ്ടുവരുന്നത് കഴിക്കാതെ നമ്മൾ ജീവിതം കഴിഞ്ഞു പോണത്. എന്റെ മോനെ ഇങ്ങനെ ചെയ്തവന്മാര് ഇനി ഈ തൂക്കിക്കൊല്ലല്ല നമ്മൾ അറിയണം. അത് മാത്രമേ നമുക്കറിയാവുള്ളൂ. ഇനി അവനെ അറിയാൻ പറ്റൂല, കാണാൻ പറ്റൂല. തുടർന്ന് നെടുങ്കോട്ടെ ഗൂഢാലോചന നടന്ന വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തു. എന്റെ പൊന്നുപോയ വഴക്കിനിടയ്ക്ക് പോണമാനല്ല. എന്റെ മോനെ കണ്ടായവനൊക്കെ എങ്ങനെ അടിക്കാൻ തോന്നി? എന്റെ മോ ഒരു പാവല്ലേ? എന്റെ മോ കൈ വയ്യാതിരുന്ന മോനല്ലേ യോമാരി ദുഷ്ടമാര്? ഇവനൊക്കെ വെറുതെ വിടാമല്ല, ഇവനൊക്കെ തൂക്കിക്കൊല്ലണം. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ദുരിതം അനുഭവിക്കേണ്ടി വന്ന യുവാവുണ്ട് മലപ്പുറം പൊന്നാനി. വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കർ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് 4 ദിവസമാണ്. വടക്കേപ്പുറത്ത് അബൂബക്കർ എന്നയാളുടെ ഭാര്യ നൽകിയ പരാതിയിലാണ് പകരം ആലുങ്കൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് അബൂബക്കറിനെ തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഒടുവിൽ തെറ്റു മനസ്സിലായതോടെ യുവാവിനെ കോടതി വെറുതെ വിട്ടു. പൊന്നാനി പോലീസാണ് ആളുമാറി അറസ്റ്റ് ചെയ്ത് പുലിവാലി പിടിച്ചത്. ആയിഷാബി എന്ന യുവതിയുടെ പരാതിയിലാണ് അവരുടെ ഭർത്താവിന് പകരം ആളുമാറി പോലീസ് വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. കോടതി ശിക്ഷ വിധിച്ച അബൂബക്കറിനെ തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് അബൂബക്കർ ജയിലിൽ കിടന്നത് 4 ദിവസമാണ്. താനല്ല പ്രതിയെന്ന് പോലീസിനോട് പറഞ്ഞെങ്കിലും കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്ന് ആലുങ്കൽ അബൂബക്കർ പറയുന്നു. വീട്ടിലേക്ക് പോലീസ് കയറി വന്നിട്ട് പറഞ്ഞ് ഇത് അബൂബക്കറല്ലേന്ന് വെച്ചു. അപ്പോൾ ഞാൻ മുമ്പാത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് അബൂബക്കറാണെങ്കിൽ ഒന്ന് സ്റ്റേഷനിൽ വരേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് അഡ്രസ്സ് നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വണ്ടി മേടിച്ച് കുറച്ചിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഹൈവേലേക്ക് എത്തിയിട്ടില്ല. ഹൈവേക്ക് എത്തുന്ന മുന്നേ തന്നെ ഞാൻ സ്ഥലം വിളിച്ച് പറഞ്ഞേ ആ അഡ്രസ്സ് എനിക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് അബൂബക്കർ വടക്കേപ്പുറത്ത് ഫാത്തിമ
അപ്പോൾ ഞാൻ പറഞ്ഞു വടക്കേപ്പുറത്ത് ഫാത്തിമ എൻ്റെ അമ്മയാണ്, ഇത് അബൂബക്കർ ഒരിക്കലും അബൂബക്കർ ആലുങ്ങലാണ്, അതായത് ആലുങ്ങൽ ചേർത്ത് എൻ്റെ ഉപ്പയുടെ പേരും വരും, ഒരിക്കലും ഇത് അബൂബക്കർ ആലുങ്ങൽ മുഹമ്മദ് ഒന്നല്ല, ഇത് ഫാത്തിമ ആണ്. അപ്പോൾ ഞാനിങ്ങനെ സംശയത്തെ അവർ ചോദിച്ചു നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കണം. അപ്പോൾ അവർ നേരെ തയ്ക്കുന്നറിയാം, നമുക്ക് സ്റ്റേഷനെ പറ്റി നോക്കാൻ അറിയാം. ചെന്ന് നോക്കുമ്പോൾ അവിടെ എഴുതിച്ചുള്ളത് തന്നെയാണ് അബൂബക്കർ ആലുങ്ങൽ. ചെലവിന് നൽകാതിരുന്ന ഭർത്താവ് വടക്കേപ്പുറത്ത് അബൂബക്കറിനെതിരെ ആയിഷ ബീബി കുടുംബക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. ഇതോടെ പൊന്നാനി പോലീസ് ആളുമാറി മറ്റൊരു അബൂബക്കറിനെ തിരൂരിലെ കുടുംബക്കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാൾക്ക് 4 ലക്ഷം രൂപ പിഴയിടുകയും നൽകാത്ത പക്ഷം തടവിന് ശിക്ഷയും വിധിച്ചു. ആളുമാറിയാണ് അറസ്റ്റെന്ന് ബന്ധുക്കൾ കോടതിയെ അറിയിച്ചതോടെയാണ് ആലുങ്ങൽ അബൂബക്കറിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. കോടതി അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട വടക്കേപ്പുറത്ത് അബൂബക്കർ നിലവിൽ ഗൾഫിലാണെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത്ത് നാസർ ഇടനിലക്കാരനോ അതോ മുഖ്യ സൂത്രധാരനോ? പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇയാൾ അവയവക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും സാബിത്ത് ആളുകളെ കടത്തി. ഇയാളുടെ മൊബൈലിൽ നിന്ന് പണമിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തി. ഇതോടെ മൊബൈൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സാബിത്തിന്റെ സുഹൃത്തായ കൊച്ചി സ്വദേശി സംഘത്തിന്റെ പ്രധാന കണ്ണിയാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പിടിയിലായ പ്രതി സാബിത്ത് നാസർ ഇടനിലക്കാരനല്ലെന്നും സംഭവത്തിൽ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഹൈദരാബാദ്, ബംഗളൂരു എന്നിവർക്ക് പുറമെ ഡൽഹിയിൽ നിന്നും ആളുകളെ കടത്തിയിട്ടുണ്ട്. പണം വാങ്ങിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം മൊബൈൽ ഫോണിൽ കണ്ടെത്തി. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ ഉത്തരേന്ത്യക്കാരാണെന്നും സാബിത്ത് പോലീസിന് മൊഴി നൽകി. കൊച്ചി സ്വദേശിയായ സുഹൃത്തും പങ്കാളിയാണ്. കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അവയവക്കച്ചവടത്തിൽ കൂടുതൽ ഇരകൾ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ അവയവക്കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോയി തിരിച്ചെത്തുമ്പോഴായിരുന്നു സാബിത്ത് നാസർ അറസ്റ്റിലായത്. കേസിൽ 5 വർഷത്തിനിടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതി ദാതാക്കളെ ഇറാനിൽ എത്തിച്ചുവെന്നാണ് വിവരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവരെ ഇറാനിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് എത്തിച്ച് സ്വീകർത്താവിൽ നിന്നും പണം വാങ്ങിയെടുത്തു. രാജ്യാന്തര മാഫിയ സംഘങ്ങളുടെ ഉണ്ടെന്ന് സംശയിക്കുന്ന ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അന്വേഷണം തുടരുകയാണ്. പോലീസ് പെട്രോളിനി പോകുന്നത് മലപ്പുറം കോട്ടക്കലിലേക്കാണ്. കോട്ടക്കലിൽ ആൺകുട്ടികൾക്ക് മദ്യം നൽകിയ ശേഷം ലൈംഗിക പീഡനം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. വൈരങ്കോട് സ്വദേശി അബ്ദുൽ മുനീറിനെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ മുനീറിന്റെ പീഡനത്തിന് ഇരകളായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആൺകുട്ടികൾക്ക് മദ്യം നൽകിയ ശേഷം ലൈംഗിക പീഡനം നടത്തിയെന്ന കേസിലാണ് വൈരങ്കോട് അബ്ദുൽ മുനീറിനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യം കൊടുത്ത ശേഷം വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ ലൈംഗിക പീഡനം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. SHO അശുദ്ധിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുനാവായിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അബ്ദുൽ മുനീറിനെതിരെ ഇതേ സ്റ്റേഷനിൽ 2 കേസുകൾ കൂടിയുണ്ട്. കൂടുതൽ കുട്ടികളെ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. വീടുകൾ മാത്രമല്ല, ആരാധനാലയങ്ങളും മോഷ്ടാക്കളുടെ നിരീക്ഷണത്തിലാണ്. പണവും സ്വർണവും ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഏത് ക്ഷേത്രത്തിന്റെയും താഴ് പൊളിക്കാൻ വിരുദ്ധുള്ള കള്ളന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. തൃശൂർ കൊടകരയുള്ള ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത്
ശ്രീകോവിലിന്റെ വാതിൽ തകർത്താണ്. സ്റ്റോർ മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പൂശിയ കോലവും സ്വർണമാലയും കവർന്നു. സംഭവത്തിൽ കൊടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ ക്ഷേത്രത്തിൽ പൂജയ്ക്കായെത്തിയ ശാന്തിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. പിന്നാലെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ക്ഷേത്ര നടപ്പന്തലിലുള്ള ഭണ്ഡാരത്തിന്റെ താഴെ തകർത്ത് പണം അപഹരിച്ച മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിൽ തകർത്താണ് അകത്ത് കടന്നത്. ഗോപുരത്തിനോട് ചേർന്നുള്ള സ്റ്റോർ മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പൂശിയ കോലവും അതിലണിഞ്ഞിരുന്ന സ്വർണമാലയും മോഷ്ടാവ് കവർന്നു. ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള 2 ഭണ്ഡാരങ്ങൾ തകർത്തും പണം കവർന്നിട്ടുണ്ട്. ശ്രീകോവിലിന്റെ വാതിലും തകർത്ത നിലയിലാണ്. ഉപദേവതകളുടെ അടക്കം മൊത്തം 5 ഭണ്ഡാരങ്ങൾ തകർക്കുകയും പണം അപഹരിക്കുകയും ചെയ്തു. ഒരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. CCTVയുടെ DVR അടക്കം കവർന്നാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായാണ് പ്രാഥമിക നിഗമനം. കൊടകര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് മോഷ്ടാവിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കായംകുളത്ത് 14 വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ BJP നേതാവിനെ വധശ്രമക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. കൃഷ്ണപുരം കാപ്പിൽക്കിഴക്ക് സ്വദേശി മനോജാണ് അറസ്റ്റിലായത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ദുർബല വകുപ്പുകൾ ചുമത്തി പോലീസ് ജാമ്യത്തിൽ വിട്ടത് വിവാദമായിരുന്നു. തിരുവനന്തപുരം കെൽട്രോൺ വളപ്പിൽ ചന്ദനമര മോഷണം. മോഷണം നടന്നത് മൺവിളയിലെ ട്രാഫിക് സിഗ്നൽ ഡിവിഷന്റെ കെട്ടിട വളപ്പിൽ. തിരുവനന്തപുരം ഇടവയിൽ 14-കാരി കടലിൽ ചാടി മരിച്ചു. കൂടെയുണ്ടായിരുന്ന ആൺകുട്ടിയെ കണ്ടെത്താനായില്ല. കൊല്ലം ചടയമംഗലത്തും കൊട്ടാരക്കരയിലും 10-ലധികം കടകളിൽ മോഷണം. പെരിങ്ങള്ളൂരിൽ മാത്രം 6 കടകൾ കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തി. കുന്നംകുളം കടങ്ങോട് 40 ലിറ്റർ ചാരായവും 300 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. സംഭവത്തിൽ കടങ്ങോട് സ്വദേശികളായ ഉദയകുമാർ, അശോകൻ എന്നിവർ പിടിയിലായി. പാലക്കാട് പട്ടാമ്പിയിൽ 236 കിലോ ചന്ദനവുമായി 2 പേരെ വനംവകുപ്പ് പിടികൂടി. കരിമ്പുഴ സ്വദേശി മുഹമ്മദ് സക്കീർ, ശ്രീകൃഷ്ണപുരം സ്വദേശി ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരി ചുരത്തിൽ സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി വാഹനവും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. കണ്ണമ്പ്ര സ്വദേശി ജിത്ത്, കൊടുങ്ങല്ലൂർ സ്വദേശി ഹനീഷ് എന്നിവരാണ് പിടിയിലായത്. ലൈംഗിക അതിക്രമ പരാതി നേരിടുന്ന നഴ്സിംഗ് ഓഫീസറെ പിടികൂടാൻ ആശുപത്രിയിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റി പോലീസ്. ഉത്തരാഖണ്ഡിൽ ഋഷികേശിലെ എയിംസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിനുള്ളിലാണ് പോലീസ് സംഘം ജീപ്പിലെത്തിയത്. വനിതാ ഡോക്ടറോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയെ തുടർന്ന് പോലീസ് എത്തുകയായിരുന്നു. ജീപ്പിന് കടന്നുപോകാൻ വഴിയൊരുക്കുന്ന ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരെയും വീഡിയോയിൽ കാണാം. നിയമപാലന ചുമതല പോലീസിനാണ്. എന്നാൽ ആശുപത്രിക്കുള്ളിൽ ഇത്ര വിവേകരഹിതമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അവിടുത്തെ സർക്കാർ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.